Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് അരിപ്പൊടിയും പാലും ഉപയോഗിച്ച് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ എന്ന് പറയുന്നത് 2 കപ്പ് പാലാണ്. അപ്പോൾ ഇനി ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഈ പാലിൽ നിന്നും കുറച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഈ ഇതിൽ നിന്നും കുറച്ച് പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ പാല് നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകണ്ട, അതായത് എന്താ പറയുക, ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചെറുതായിട്ടൊന്ന് കുറുകണം എന്ന് പറയുന്നത്. അതുപോലെ എടുക്കണ പാല് നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പാല് നന്നായിട്ട് ഇങ്ങനെ തിളച്ചൊന്ന് വേവണം, എന്നാലാണ് ആ ഒരു നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ഐസ്ക്രീമിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പൊടി ഒന്ന് വെന്ത് വരണം, ഈ നല്ലതായിട്ടൊന്ന് വേവണം. ഒരുപാട് കുറുകണ്ട കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ കുറുകുകയും ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും കുറുകി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്നിരുന്ന് കുറുകും. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ, അതേ കണ്ടല്ലേ, കുറച്ചൊന്ന് തിക്കായി. അപ്പോൾ ഇനി ഇതിനകത്തേക്കൊരു 2-3 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്ട്രോബെറി മിക്സാണ് കേട്ടോ ചേർക്കണത്, മിൽക്ക് മിക്സ് ഇല്ലേ സ്ട്രോബെറിയുടെ, അപ്പോൾ അതാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എസൻസ് ഏതെങ്കിലുമൊക്കെ എസൻസ് ഉപയോഗിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാധാ വാനില ഐസ്ക്രീം എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 1/2 ലിറ്ററിൻ്റെ ഐസ്ക്രീം മേടിച്ച ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലായിട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെച്ചത്. അതായത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് എടുത്ത് ഇത് സെർവ് ചെയ്തത്. പക്ഷേ ഇത് എൻ്റെ മക്കളാണ് നേരത്തെ തന്നെ എടുത്ത് സെർവ് ചെയ്തു. അപ്പോൾ അത് കാരണോട് എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ലാസ്റ്റത്തെ ആ ഒരു ഫൈനൽ പിക്ചർ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ പറ്റിയൊരു ഐസ്ക്രീമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ വാനില ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.